നമസ്കാരം. ACV ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി നയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയവും സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നാഷണൽ സ്പോർട്സ് മിഷൻ ഡയറക്ടർ, അതേപോലെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ കോർഡിനേറ്ററും സ്റ്റേറ്റ് പ്രസിഡൻറ്റുമായ നെടുമങ്കാവ് ശ്രീ ഗോപാലകൃഷ്ണൻ. സ്വാഗതം. എപ്പോഴും നമുക്ക് ഈ ഒരു സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എന്ന് പറയുന്നത് രാഷ്ട്ര പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമാണ്. ശരിക്കും ഇപ്പോൾ അങ്ങ് നാഷണൽ സ്പോർട്സ് മിഷൻ്റെ ഡയറക്ടറാണ്. ഒരു ജീവിത സബരിയിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട് അല്ലേ? അതെ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാരവാഹിയായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പദവികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ നാഷണൽ സ്പോർട്സ് മിഷൻ്റെ ഡയറക്ടർ ആയിട്ട് ഇരിക്കുന്നത്. എന്താണ് ഈ നാഷണൽ സ്പോർട്സ് മിഷൻ്റെ വിഷൻ? ഇതിൻ്റെ വിഷൻ എന്ന് പറയുമ്പോൾ ദേശീയ ലെവലിൽ സ്പോർട്സ് രംഗത്ത് ഒരുപാട് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുന്ന ഒരു വാർത്തകളാണ് നമുക്ക് എപ്പോഴും കേൾക്കാൻ കഴിയുന്നത്. അപ്പം ഓരോ സ്പോർട്സ് ഐറ്റംസും നടക്കുമ്പോൾ അവർക്കതിൽ പങ്കെടുക്കുകയും ആ പങ്കെടുത്ത് അതിൽ വിജയിക്കണമെന്ന ആഗ്രഹവുമുണ്ട്. പക്ഷേ സാമ്പത്തികം എന്ന് പറയുന്നൊരു പ്രധാന ഘടകമാണ്. ആ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ടവരായിട്ടുള്ള സ്പോർട്സ് പ്രേമികൾ അവിടെ ചെന്ന് എത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേറൊരു യാതൊരു വിധമായിട്ടുള്ള സഹായങ്ങളോ സഹായഹസ്തങ്ങളോ ആരും നൽകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലൊരു സംഘടന ഉണ്ട് എങ്കിൽ ആ സംഘടന അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ അന്തരാത്മാവിലുള്ള സ്പോർട്സിൻ്റെ അഭിരുചി, അവരുടെ വാഞ്ച അത് വളർത്തുക, അത് വലുതാക്കുക എന്നുള്ള അധമ്യമായ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയതാണ് നാഷണൽ സ്പോർട്സ് മിഷൻ എന്ന പ്രസ്ഥാനം. സാർ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ എങ്ങനെ കണ്ടെത്തും അവരെ? ഓരോ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നമ്മൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രംഗത്തും നല്ല കഴിവുള്ള കുട്ടിയാണ്. പക്ഷേ അതിന് സാമ്പത്തികം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നിനും പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് എന്നോട് പോലും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ സ്കൂളിലെ ടീച്ചറോടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോടോ അതല്ലെങ്കിൽ അധികാരികളോടോ നമ്മൾ തിരക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിരുചിയുള്ള കുട്ടികൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ച് അവരെ നമുക്ക് കൈപിടിച്ചുയർത്താൻ പറ്റും. എല്ലാം ചെയ്യും. ട്രെയിനിങ്, അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, മറ്റുള്ള മുഴുവനും ചെയ്യേണ്ടത് ആവശ്യകത നമുക്കുള്ളതാണ്. അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലക്ഷ്യവും. ശരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. ഇതും തമ്മിൽ എങ്ങനെയാണ് വിഭിന്നമായി? ഞാൻ പറഞ്ഞുതരാം. നാഷണൽ ഈ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് സെക്ടറാണ്, ഗവൺമെൻറ് ഒരു പാർട്ടാണ്. പക്ഷേ ഓരോ രംഗത്ത് വരുമ്പോഴും അതിനകത്തെല്ലാം വൻ അഴിമതിയുണ്ട്. നമ്മൾ ഏത് ഇതെടുത്ത് നോക്കിയാലും ശരി, അതിനകത്ത് അഴിമതിയുണ്ട്. കാരണം നിരന്തരമായി ഈ സ്പോർട്സിൻ്റെ അതോറിറ്റിയിലെ മെമ്പർമാർ അവരൊരിക്കലും മാറാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു വലിയ പണത്തിൻ്റെ സ്രോതസ്സുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇഷ്ടംപോലെ പണം വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അവർ വീതം വെച്ച് കൊടുക്കുന്ന, അതായത് സ്പോർട്സ് രംഗത്ത് ഏറ്റവും നല്ല സ്പോർട്സിൽ മിടുക്കനായിട്ടുള്ള ആളുകൾ അവഗണിക്കപ്പെടുകയും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മുന്നോക്കം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കും. അതായത് അഴിമതി എന്നത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം, അഴിമതിയിലൂടെ യഥാർത്ഥ കക്ഷികൾ, യഥാർത്ഥ ആളുകൾ, യഥാർത്ഥ സ്പോർട്സ് രംഗത്തെ അഭിരുചിയുള്ള കുട്ടികൾ മുന്നോട്ട് വരാൻ അനുവദിക്കത്തില്ല ഈ അഴിമതി ഉണ്ടായതുകൊണ്ട്. അതിനെതിരായിട്ടാണ് നാഷണൽ സ്പോർട്സ് മിഷൻ പോരാടുന്നത്. നമ്മൾ ഈ സാധാരണക്കാരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളും കൊടുത്ത് അവർ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം മാത്രമല്ല, സത്യസന്ധമായ, അതായത് 100%. ഞങ്ങളിവിടെ കൊല്ലത്ത്
ജിമ്മി ജോർജ് സ്റ്റേഡിയം ഉണ്ടല്ലോ, അവിടെ വെച്ച് ഞങ്ങൾ സ്റ്റേറ്റ് കരോട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി. ആ സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്തു. ഞങ്ങൾ 60 റഫറിമാരെ വെച്ചു. ഒരാൾക്ക് പോലും ഒരു പരാതി പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ല. എല്ലാം കറക്റ്റായിട്ട്. ഞാൻ പറഞ്ഞ ഒരേ ഒരു വാക്കേ ഉള്ളൂ സംഘാടകരോട്, ഒരു വ്യക്തിക്ക് പോലും നമ്മൾ പ്രത്യേകം ഒരു കൺസിഡറേഷൻ കൊടുക്കരുത്. 100ക്ക് 100 സത്യസന്ധമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, മെറിറ്റ് ആയിരിക്കണം. അതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള ഒരു ശുപാർശകൾ കേൾക്കരുത്. ചെയർമാനായ ഞാൻ പോലും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണ്ട, ഞാൻ അങ്ങനെ പറയില്ല, കേൾക്കരുത്. നമുക്ക് 100% പ്യുവർ മെറിറ്റ് ആയിരിക്കണം. അങ്ങനെ വേണം ഈ പ്രസ്ഥാനം കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു. എവിടെ ആസ്ഥാനമാക്കിയാണ് ഇത് ന്യൂഡൽഹി ആസ്ഥാനമാക്കിയാണ്, ഡൽഹി ആസ്ഥാനമാക്കിയാണ് നാഷണൽ സ്പോർട്സ് മിഷൻ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്? ഇതിപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും അതുപോലെ തന്നെ പോണ്ടിച്ചേരി, പിന്നെ ഗോവയിൽ, ഹരിയാനയിൽ, അങ്ങനെ കുറേ സംസ്ഥാനം, പഞ്ചാബിലും കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഏറെക്കുറെ വന്നിട്ടുണ്ട്. ഏറെക്കുറെ വന്നിട്ടുണ്ട്. ഈ പ്രവർത്തന അധിഷ്ഠിതമായിട്ടുള്ള സ്രോതസ് എങ്ങനെയാണ്? ഇതിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, അതായത് സ്പോർട്സുമായിട്ട് അഭിരുചിയുള്ള സാമ്പത്തികമുള്ള ആളുകളുണ്ട്. അവർ ഓരോ സ്പോൺസർഷിപ്പ് ചെയ്യും. അതായത് അവർ ഇന്നതുപോലെ ഇന്ന പരിപാടി ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് അവർ പറയും. അതിൻ്റെ A to Z ചെലവുകൾ അവർ വഹിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ പേഴ്സണലായിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് ഞാനും ഇവിടെ നമ്മൾ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടത്തുമ്പോൾ ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപയായി. അതെൻ്റെ വ്യക്തിപരമായി ഞാൻ ചിലവാക്കിയ പൈസയാണ്. അപ്പോൾ അതിനകത്ത് വേറെ ആരെയും ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നമ്മളത് ചെയ്തു. എന്നാലും കുറേയൊക്കെ നമ്മൾ പബ്ലിക്കിൻ്റെ നിന്ന് മേടിച്ചു. എന്നാലേ ഇത് നമുക്ക് പരിപൂർണമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റൂ. പിന്നെ ഗവൺമെൻറ് സെക്ടറിലുള്ള ഫണ്ടുകൾ നമ്മൾ ആപ്ലിക്കേഷനും അപേക്ഷകളൊക്കെ കൊടുത്ത് ആ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. അത് വരാൻ ചില കാലതാമസം ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ അതിനൊന്നും ഒരു തടസ്സം നിൽക്കാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? ഇത് തിരുവനന്തപുരത്താണ് കേരളത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ഡൽഹിയിൽ സാക്കേതിലായിരുന്നു. ഡൽഹിയിലെ എൻ്റെ ഓഫീസ്. ശരിക്കും ഈ നെടുമങ്കാവ് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഈ കലയും കായികവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ കൊച്ചുനാൾ മുതൽ, അതായത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം, ഞാനന്ന് എൻ്റെ വാക്കനാട് സ്കൂളെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് പാടുകയും കഥാപ്രസംഗവും മറ്റുള്ളതൊക്കെ വരുന്നത്. അപ്പം ക്ലാസ്സിലിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ്, അപ്പം ഞാൻ ആ ക്ലാസ്സിലെ ഒന്നാമത് നിൽക്കുന്ന ഒരാളാണ്, എന്നോട് പറഞ്ഞു, ഗോപാലകൃഷ്ണ, ഇവിടെ ഇപ്പോൾ ഒരു കഥാപ്രസംഗം, ഞങ്ങളൊരു മത്സരം നടത്തുകയാണ്, ഗോപാലകൃഷ്ണൻ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കാൻ ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാൻ കയറി അവിടെ നിന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കഥ, അത് കഥയായി പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അതൊരു പാട്ടാക്കി ഞാനത് പറഞ്ഞ് 1ാം സമ്മാനം എനിക്ക് കിട്ടി. എൻ്റെ 12 കുട്ടികൾ പങ്കെടുത്ത് 1ാം സമ്മാനം കിട്ടി. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ ഒരു കലാകാരിയായിരുന്നു. അമ്മ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയും അതോടൊപ്പം തന്നെ ഈ അന്നത്തെ കാലത്ത് ഈ പിന്നെ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ അവതരിപ്പിച്ച് ഏറ്റവും നല്ല അമ്മയുടെ സ്ഥലം കോട്ടാനിക്കര അന്നൂരെന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ അമ്മ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയും അങ്ങനെ ആ ഒരു പാരമ്പര്യം, ആ ഒരു കലാപരമായ പാരമ്പര്യം എനിക്കുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല പ്രാസംഗികൻ എന്നുള്ള അവാർഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. നിരവധി ക്ലബ്ബുകളും മറ്റുള്ള സ്ഥാപനങ്ങളും ഒക്കെ എൻ്റെ പിന്നെ ഓരോ കാര്യങ്ങൾക്കായാലും ഏറ്റവും നല്ല നാടക നടൻ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും നല്ല രചയിതാവെന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കലാപരമായിട്ടുള്ള ഒരു ബന്ധം, പിന്നെ കലയോടുള്ള എൻ്റെ ഒരു അഭികാമ്യമായ ഒരു അറ്റാച്ച്മെൻറ്റ്. ഈ രാഷ്ട്രീയത്തിലോട്ടുള്ള കടന്നുവരവ്, രാഷ്ട്രീയത്തിൽ ഞാൻ കൊല്ലം SN കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. 1ാം ക്ലാസ് പിന്നെ ഡിഗ്രി പ്രീ ഡിഗ്രിയും ഒക്കെ കൊല്ലം SN കോളേജാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അച്ഛൻ എന്നെ എഞ്ചിനീയർ ആക്കണമെന്നും പറഞ്ഞ് ഈ കരിക്കോട് TK കോളേജിൽ അന്ന് അച്ഛൻ അതിൻ്റെ മുന്നിൽ ശുപാർശയൊക്കെ നടത്തി എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടണം എന്ന് പറയുകയും, അപ്പോൾ ആ ഒരു അഡ്മിഷൻ എല്ലാം പറയുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട അച്ഛൻ, എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ കൊല്ലം SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പും ഡിഗ്രിക്ക് സുവോളജി എടുത്തു.
അപ്പോൾ സുവോളജി എടുത്തിട്ട് ടെസ്റ്റൊക്കെ എഴുതി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ഈ രാഷ്ട്രീയത്തോട് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നത്. അപ്പോൾ അവിടെ കൊല്ലം എസ് എൻ കോളേജിനെ സംബന്ധിച്ചുള്ള SFIയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിറ്റ് ആ കൊല്ലം എസ് എൻ കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ KSU എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരൊറ്റ ആൾക്ക് പോലും ശബ്ദിക്കാൻ പറ്റത്തില്ല. അത്ര അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ SFIയുടെ യൂണിറ്റ്. അപ്പോൾ അവിടെ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്കൊരു വാശിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇവിടെ ഒരു മാറ്റം വരുത്തണം എന്നെൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ ആ കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടുത്തെ പ്രകടനത്തിലൊക്കെ പങ്കെടുക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അന്ന് കോളേജിൽ നിന്ന് പിള്ളേരാരും ഇറങ്ങില്ല. കാരണം ഇവരുടെ ഈ അക്രമം ഭയന്ന് ഒറ്റ മനുഷ്യൻ ഇറങ്ങില്ല. ഞാൻ രണ്ടും തുനിഞ്ഞ് ഇറങ്ങി. എനിക്ക് അക്രമം കിട്ടി. ഒരടി കിട്ടുമ്പോൾ ഞാൻ 100 ഇരട്ടി സ്പിരിറ്റ് ആവുക. അങ്ങനെ ആയി. ഭയങ്കരമായി എന്നെ ഞാനവിടെ നിരാഹാരം കിടന്നപ്പോൾ എൻ്റെ 2 കൈക്കും കാലും എടുത്ത് ഗ്രൗണ്ടിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. പിന്നെ SC/ST വിഭാഗത്തിലെ പിള്ളേരുണ്ട്. അപ്പോൾ എനിക്കറിയാം SC/ST വിഭാഗത്തിലെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറമേ അങ്ങനെ പറയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇന്നത്തെ കാലഘട്ടമല്ല, അന്ന് ഈ SC/STക്ക് കിട്ടുന്ന ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അവരുടെ സ്റ്റൈപ്പൻഡ് ഉണ്ടല്ലോ, കോളേജിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ്, ആ സ്റ്റൈപ്പൻഡ് വെച്ചിട്ട് വേണം വീട്ടിലെ പട്ടിണി പോലും മാറ്റാൻ. ആ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് പരസ്യമായിട്ട് അവർ ഇതാണെന്ന് പറയാൻ അന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അന്നേരം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്ന് ടീച്ചറോട് അന്ന് സുകുമാരി ടീച്ചർ എന്ന് പറഞ്ഞ ഒരു വളരെ നല്ല വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി പെരുമാറുന്ന ടീച്ചറായിരുന്നു സുകുമാരി ടീച്ചർ. ടീച്ചർ മരിച്ചുപോയി. അപ്പോൾ ടീച്ചറിനോട് ഞാൻ ഇന്ന് ടീച്ചറെ ഇങ്ങനൊരു വിഷയമുണ്ട്, അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കണം, അതുപോലെ നമുക്ക് അടുത്ത ആഴ്ച ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ നേരെ കളക്ടറേറ്റിൽ ചെന്നു. കളക്ടർ ചേംബറിൽ ചെന്ന് ഞാനിത് അന്വേഷിച്ചാൽ പറഞ്ഞ് 2 ആഴ്ചയ്ക്കകം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് ഈ 2 ആഴ്ചയ്ക്കകം ഇത് കൊടുക്കുമല്ലേ. അപ്പം എനിക്ക് മനസ്സിലായി ഇതാ കിട്ടിയ അവസരം. കാരണം അവിടെ KSU എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തോന്നറിയാം, ഒരു പായ എടുത്തുകൊണ്ട് വന്ന് അന്ന് പാർട്ടി ഓഫീസ് തൊട്ടടുത്ത ഒരു പായ എടുത്ത് പ്രിൻസിപ്പളിൻ്റെ റൂമിലങ്ങ് ഇട്ടിട്ട് ഞാനങ്ങ് കിടന്നിട്ട് 2-3 ബോർഡും എഴുതി അങ്ങ് വെച്ച്. അതായത് പാവം പിടിച്ച ഹരിജൻ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് വിതരണം ചെയ്യണമെന്ന്. എനിക്കറിയാം 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് വിതരണം ചെയ്യുമെന്ന്. അപ്പോഴത്തേക്ക് SFIക്കാർ വന്നിട്ട് 5-ൻ്റെയും 10-ൻ്റെയും പൈസ വാരി എറിഞ്ഞിട്ട് ആ പിച്ചക്കാരൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമൊക്കെ കാണിച്ചമാരെ പോയി. പിറ്റേന്ന് തന്നെ ഞാൻ ക്ലാസ്സിൽ കയറി പറഞ്ഞു, പ്രിയപ്പെട്ടവർ, നിങ്ങൾ SC/ST വിഭാഗത്തിൻ്റെ സ്റ്റൈപ്പൻഡ് വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കോളേജ് ക്യാമ്പസിൽ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കിടന്നപ്പോൾ അപ്പോൾ ഞാൻ പിച്ചക്കാരൻ കിടക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് എന്നെ 5-ൻ്റെയും 10-ൻ്റെയും പൈസ വാരി എറിഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള SC/STയുടെ സ്റ്റൈപ്പൻഡ് വിതരണം ചെയ്തെങ്കിലേ ഞാൻ മാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഒരു ഗംഭീര പ്രസംഗമൊക്കെ നടത്തിയപ്പോഴത്തേക്ക് ഈ ആളുകൾക്കെല്ലാം എന്നോടൊരു സ്നേഹമുണ്ട്, പുറമേ പറഞ്ഞില്ലെങ്കിലും. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റൈപ്പൻഡ് വിതരണം ചെയ്തു തുടങ്ങി. പിള്ളേർ വരുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവർക്ക് സന്തോഷമായിപ്പോയി. സംഗതി ഇത് കൊടുക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കൊല്ലം എസ് എൻ കോളേജിൽ KSUവിൻ്റെ കൊടി എപ്പോഴും നശിപ്പിക്കും. അപ്പോൾ തൊട്ടടുത്ത സ്കൂളിൽ അന്ന് സ്കൂൾ തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഈ SFIക്കാർ അവിടെ തോറ്റു. അപ്പോൾ ഇവർ എസ് എൻ കോളേജിൽ നിന്നാണ് എല്ലാ അക്രമത്തിനും പോകുന്നത്. ഇവിടുന്ന് ഒരു 10-100 പേര് അങ്ങോട്ടേക്ക് അങ്ങ് പോയി അവിടെ ചെന്ന് പിള്ളേരെ അടിക്കാൻ അവർക്ക് പറ്റിയില്ല. അവരിങ്ങോട്ട് വന്നപ്പോൾ ഈ സമയം കൊണ്ട് ഞാനൊരു 10-30-40 പിള്ളേരെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ പ്രകടനം നടത്തി. അതിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ KSUവിൻ്റെ കൊടി ഇട്ടാലും ഇവരപ്പോഴേ വലിച്ചു കീറി നമ്മളെ മുമ്പിൽ നിന്ന് എടുത്ത് കളയുക. ഞാൻ പറഞ്ഞു, ഇനി ഈ കൊടി നഷ്ടപ്പെട്ടാൽ ഞാനിവിടെ മരണം വരെ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുമെന്നും പറഞ്ഞ് തലേന്ന് എല്ലാ ക്ലാസ്സിലും കയറി പറഞ്ഞു പിറ്റേന്ന് ഈ പ്രകടനവും നടത്തി ഈ കൊടി കൊണ്ട് അങ്ങോട്ട് കയറ്റിയിട്ട് എല്ലാവരും പ്രകടനം കഴിഞ്ഞ് വിരിഞ്ഞു പോയി. ഞാൻ ക്ലാസ്സിലേക്കൊന്ന് കയറാൻ നേരത്ത് അവിടെ പിള്ളേർ വന്ന് പറയുന്നതോ അവിടെ പോയി ആക്രമണം നടത്തമല്ല, അങ്ങാടി തോറ്റേന് അമ്മയോടൊന്ന് പറഞ്ഞതുപോലെ അവിടെ പിള്ളേരെ ആക്രമിക്കാൻ കഴിയാത്തന്നെ ഇവരെല്ലാം കൂടെ വന്ന് ഗോപാലകൃഷ്ണൻ 10-40 പേരുമായിട്ട് ഇവിടെ പ്രകടനം നടത്തി. എസ് എൻ കോളേജിൽ അടുത്ത സമയത്തൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് വലിച്ച് പൊടിച്ചം കളഞ്ഞു. ഞാൻ ഇറങ്ങി വന്ന് നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് കിടന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ആ കൊടി മാറ്റാതെ ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞു. ഇവരെന്നെ 2 കൈക്കും കാലിലും കൊണ്ടുവന്ന് എടുത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഞാനവിടെ കിടന്ന് കാരണം ഞാൻ തലേന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ കൊടി ഒപ്പിച്ചത്. കാരണം അവിടുത്തെ കോൺട്രാക്ടർ ആയിരുന്ന ഒരു മുള മേടിച്ച് ആ മുളയിലാണ് ആ കൊടി
നാട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കോ തലേന്ന് ഞാൻ ഉറക്കമൊഴിഞ്ഞിരുന്ന, കാരണം ഞാൻ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വെളിയം പ്രദീപ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അയാൾ ഞാനും കൂടെ തലേന്ന് ഭയങ്കര കൊതു. അപ്പം ഇത് കൊണ്ടൊന്ന് ഇത് കണ്ടേ തലേന്ന് രാത്രി വേണമെന്ന് ചെയ്യാൻ, അല്ലാതെ പകൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്രമണം നടത്തും. അപ്പോൾ തലേന്ന് രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ഭയങ്കര തണുപ്പും കൊതുവിൻ്റെ ഞങ്ങൾ രണ്ടും അടുത്തടുത്ത് ചേർന്നിരുന്ന് എന്നാലും രാത്രി തന്നെ കൊണ്ടുവന്ന് ഇത് നാട്ടിയതാണ്. നാട്ടി അത്ര ത്യാഗം അനുഭവിച്ച് ഉറക്കമൊഴിയും ചെയ്താൽ അപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് വിഷമമായി പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു, എനിക്കോ ഒന്ന് കണ്ണിൽ നിന്ന് കണ്ണീരും വരുന്ന് ഞാനങ്ങ് കിടന്നു. ഇവരെന്നെ എടുത്തെറിഞ്ഞു, ഞാനവിടെ കിടന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മാനസിക പ്രയാസമായി. കാരണം അത്രയും റിസ്ക് എടുത്താണ് ഞാനത് ചെയ്തത്. ടീച്ചർ വന്നു, സുകുമാരി ടീച്ചർ വന്നു, വർഷം എണ്ണീക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ടീച്ചറെ, ഈ കൊടി ഇവിടെ ഇടാതെ ഞാൻ എണ്ണീക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടൻ തന്നെ വർഷം ഞാൻ ചെയ്തോളാം, നീ ഹോസ്പിറ്റലിലോട്ട് വാ എന്ന് പറഞ്ഞു. ഇല്ല ടീച്ചറെ എണ്ണീക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ടീച്ചറെ വിളിച്ചിട്ട് ഒരു ഇത്ര മീറ്റർ കൊടി, ആ കൊടിയും മേടിച്ച് ഒരു മുള പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത് അവിടെ നാട്ടാൻ പറഞ്ഞു, അത് വെക്കാൻ പറഞ്ഞു. അത് കുത്തി വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് കൊല്ലം എസ് എൻ കോളേജിൽ ഞാൻ KSUവിനെ വളർത്തിയത്. പക്ഷെ അങ്ങനെയൊക്കെ വളർത്തുകയും പിന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഇപ്പോൾ EPI എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് നിൽക്കുകയാണ്. എങ്ങനെ? അത് സ്വാഭാവികമായിട്ട് പല അവസരങ്ങൾ എനിക്ക് വന്നിട്ടും എന്നെ അന്ന് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിട്ട് ഞാൻ SM കോളേജ് ജയിച്ചപ്പം അന്ന് കേരളത്തിൽ SM കോളേജിൽ നിന്ന് ആരാണ് ജയിക്കുന്നത് അവരെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം കൊല്ലം SM കോളേജിൽ നിന്ന് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ജയിക്കില്ല. അപ്പം ഞാൻ ഈ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്നപ്പോൾ എനിക്ക് ചെയർമാൻഷിപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ നേതാക്കന്മാർ, ആളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ആ നേതാക്കന്മാർ ആ ചെയർമാൻഷിപ്പ് എനിക്ക് തന്നില്ല, തരാതെ വേറൊരാൾക്ക് കൊടുത്തു. പക്ഷേ അന്ന് ഞാൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ഞാൻ 2 വോട്ടിനും ജയിക്കുമായിരുന്നു, ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായനെ. അത് അന്ന് നമ്മുടെ ചില ആളുകൾ അത് എനിക്ക് തന്നില്ല. കാരണം ഞാൻ ഒരു പക്ഷേ ഒരുപാട് വളർന്നു പോകും എന്നുള്ള അവരുടെ ഒരു മനസ്സായിരിക്കാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതെനിക്ക് തന്നില്ല. അങ്ങനെ അവഗണനയുണ്ട്. പിന്നെ പലപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഒരു കമ്മിറ്റിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി എൻ്റെ ലിസ്റ്റ് പോയിട്ട് ആ സമയത്ത് ആ ലിസ്റ്റ് പിൻവലിച്ചിട്ട് വേറെ ആളിനെ കൊടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് അവഗണന എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയും KSU പ്രസ്ഥാനത്തിന് വേണ്ടിയും അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, മർദ്ദനങ്ങൾ, പോലീസ് മർദ്ദനങ്ങൾ, എതിരാളികളുടെ മർദ്ദനങ്ങൾ, അതൊന്നും ഈ അടുത്ത സമയത്തൊന്നും ആരും അനുഭവിച്ചിട്ടില്ല. പോലീസുകാരെ ലാത്തിയേറ്റ് ഇവിടെ സെക്രട്ടേറിയറ്റിൽ വരുന്ന എൻ്റെ തലപെണ്ട പൊട്ടി. കൊല്ലം SN കോളേജിൽ ഞാൻ അടികൊണ്ട് ആശുപത്രി കിടക്കുന്നു. ഇലക്ഷൻ്റെ തലേന്ന് ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എനിക്ക് അടികൊണ്ട് എൻ്റെ വേദനയുണ്ട്. അതിലുപരി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ആരും എനിക്കൊരു നേരത്തെ ആഹാരമില്ല. എൻ്റെ അച്ഛൻ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അച്ഛൻ സുഖമില്ലായിരുന്നു. അച്ഛൻ ആ ഹോസ്പിറ്റലിൽ ചികിത്സ, അച്ഛൻ അറിഞ്ഞു ഞാനിങ്ങനെ അടികൊണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ അവിടുന്ന് ആളിനെ വിട്ടു. ആളിനെ വിട്ടിട്ട് അച്ഛന് കാശും കൊടുത്തു വിട്ടിട്ട് ആഹാരവും മേടിച്ച് എനിക്ക് അവിടെ കൊണ്ട് തന്ന ആ സമയത്ത്. അല്ലാതെ ഒരാൾ പോലും ഒരു രൂപയല്ല, ഒരു നേരത്തെ ആഹാരം പോലും ആ സമയത്ത് നമുക്ക് മേടിച്ചു തന്നിട്ടില്ല. ഞാൻ എൻ്റെ കണ്ണുനീരാണ് അന്ന് വന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇടിയും കൊണ്ട് കിടന്നിട്ട് പട്ടിണി. എൻ്റെ അച്ഛൻ അന്നേരം തൊട്ടടുത്തുണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ പട്ടിണി കിടക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ അച്ഛൻ പൈസയും സാധനങ്ങളും എല്ലാം കൊടുത്തു വിട്ടു. അതാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ജയിച്ചപ്പോൾ കോഴിയുള്ള രാമേന്ദ്രൻ ഒരു നല്ല മനുഷ്യനാണ്, കൊല്ലത്തെ എല്ലാവരും അറിയപ്പെടുന്നത്. അദ്ദേഹം എന്നെ തോളിലേറ്റിയിട്ട് പറഞ്ഞ് നെടുമങ്കാവ് കോലക്ഷൻ സിന്ദാബാദ് എന്ന് അദ്ദേഹമാണ് ആദ്യം വിളിക്കുന്നത്. അദ്ദേഹം DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ കോഴിയുള്ള രാമേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഞാൻ ത്യാഗം അനുഭവിച്ച് വന്നിട്ടും ഒരുപാട് രാജീവ് ഗാന്ധി ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ബഹുമാനായ AK ആന്റണിയും EM സുധീരനും കോളേജ് ക്യാമ്പസുകളിൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് അവിടെ ഈ കോളേജ് ക്യാമ്പസുകളിൽ KSU ക്യാമ്പുകൾ പറയുന്നത്. അത്ര ത്യാഗോജ്വലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കോൺഗ്രസിന് പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള എന്നോട് വളരെ വല്ലാത്ത ഒരവസ്ഥയിലുള്ള ഒരു രീതിയായിരുന്നു എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഇവർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്? എത്രയോ രൂപ, എൻ്റെ കോടിക്കണക്കിന് രൂപയാണ് എൻ്റെ വസ്തുക്കളുടെ മറ്റുള്ള കാര്യങ്ങൾ, കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ ഇറക്കിയിട്ടുള്ളത്. എൻ്റെ കുടുംബ സ്വത്ത്, എൻ്റെ അച്ഛൻ ഒരുവിധം സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ്. ബന്ധബ്ലായിൽ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളെല്ലാം പലതും ഞാൻ ഇതിനു വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് മറ്റുള്ളതെല്ലാം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് ഈ EPIയുടെ ലക്ഷ്യം?
EPAയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് കൊടുത്തേക്കുന്നൊരു മുദ്രാവാക്യം സമത്വം, സാഹോദര്യം, സഹവർത്തിത്വം. സമത്വവും സാഹോദര്യവും സഹവർത്തിത്വവും. ഇവിടെ ജാതീയ കോമരങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തുണ്ടായാലും ജാതിയുടെ പേര് പറഞ്ഞാണ് ഇപ്പം എല്ലാം. പണ്ടൊന്നും അതൊന്നും ഇല്ലായിരുന്നു. ഇത്രയും ജാതി വിഷങ്ങൾ അത് ആരാ ചെയ്യുന്നത്? ഈ ജാതിയുടെ തലപ്പത്തിരിക്കുന്നവർ ജനങ്ങളെ ഇൻജക്റ്റ് ചെയ്യുകയാണ്. ഈ ജാതിമത ചിന്താഗതികൾ, ആ ജാതിമത ചിന്താഗതികൾ ഇൻജക്റ്റ് ചെയ്ത് അവർ വല്ലാത്തൊരവസ്ഥ. അതിനൊരു മോചനം ഉണ്ടാവണം. ഇപ്പം എല്ലാവരും ആര് ചോദിച്ചാലും നിന്റെ ജാതി എന്താണെന്ന് ചോദിക്കാൻ പറ്റും. ഇവിടെ വിശന്നിരിക്കുന്നവനോട് ആഹാരം കൊടുക്കേണ്ടത് പകരം നിന്റെ ജാതി എന്താണെന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? ഇപ്പൊ കൊറോണ വന്നു, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. അതിനകത്ത് ഹിന്ദുക്കളും മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ പാഴ്സ്യെന്നോ വല്ലതും ഉണ്ടോ? അപ്പൊ ഇതാണ് ആ ഒരു മഹത്വം മനസ്സിലാക്കാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ഭാരതത്തിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ അപജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ EPI തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഇല്ലേ? തെരഞ്ഞെടുപ്പ് മത്സരത്തിലുണ്ടായിരുന്നു 46 സ്ഥലത്ത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 46 സ്ഥലത്ത് മത്സരിച്ചു. നമുക്ക് മത്സരിക്കാൻ പറ്റി. രണ്ട് വോട്ടിന് വരെ കോഴിക്കോട് ഒരു സ്ഥാനാർത്ഥി 2 വോട്ടിനാണ് തോറ്റത്. അങ്ങനെ ഒരു നില മെച്ചപ്പെടുത്തിയുള്ള രീതിയിൽ ആണ് ഞങ്ങൾ ഇപ്പം അതിൻ്റെ അടിത്തറ പാകിയിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും സർ? ഇത് ദേശീയ ലെവലിൽ ഒരു വലിയ ജനകീയ ശക്തിയാക്കി മാറ്റുക. അധർമ്മങ്ങൾക്കും അധാർമികൾക്കും എതിരായിട്ടുള്ള മതമൗലികവാദത്തിനും എതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കേരളത്തിൽ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം. കൊല്ലത്ത് ഓഫീസുണ്ട്, നമുക്ക് എറണാകുളത്ത് ഓഫീസുണ്ട്. അങ്ങനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഭാവി പരിപാടി? എൻ്റെ പരിപാടി സ്വാഭാവികമായിട്ട് ഈ പ്രസ്ഥാനത്തെ ഒന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാക്സിമം പല ആളുകളും നമ്മളെ സമീപിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര സീറ്റ് തരാം, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പക്ഷേ എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നുന്നില്ല. കാരണം നമ്മളൊരു മുന്നണിയുമായിട്ട് നിന്നാൽ അതോടുകൂടി നമ്മുടെ പ്രസ്ഥാനം അവിടെ തീരുക, പുഷ്ടപ്പെടുക. പടവലയ്ക്ക വളരുന്ന പോലെ പിന്നെ നമുക്ക് വളരേണ്ടി വരും, മേലിന്ന് താഴോട്ട് വളരണം. അപ്പം ഞാൻ ആലോചിച്ചത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ഇതല്ലാതെ ജനങ്ങളല്ലേ ഏറ്റവും വലുത്. നമ്മൾ ജനങ്ങളുടെ കോടതിയിൽ അഭയം തേടുക, അത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കയ്യിലൊന്നും ഒന്നുമില്ലെന്ന് ജനങ്ങൾക്കറിയാം. അപ്പം ആ ജനകീയ കോടതിയിൽ ഇന്ന് പല സ്ഥലത്ത് ചെന്നപ്പോൾ നിങ്ങൾ ഇതുവരെ എവിടെ ആയിരുന്നു എന്ന് പലരും ചോദിച്ചു. കാരണം ഇന്ന് ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, രാഷ്ട്രീയത്തിനോട് വെറുപ്പാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനമായി മാറി. അതിനെതിരെ ജനങ്ങളെ ബോധവാന്മാക്കണം, അവരുടെ ഉയർച്ച, ഡെവലപ്മെന്റ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം നമ്മുടെ ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ സർവ്വ സ്വത്തും വിറ്റ് അവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. എന്നിട്ട് എന്താ അവർ ചെയ്യുന്നത്? അവിടെ ചെന്ന് പഠിക്കാനും ജോലിക്ക് കൂടാന്നാണ് പോകുന്നത്. ജോലി ഒരിടത്ത് പോലും ജോലിയില്ല. അവിടെ വല്ലാത്തൊരവസ്ഥ. എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ ലണ്ടനിലുള്ളവരും മറ്റു രാജ്യത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചു പറഞ്ഞു, എന്നെ GK എന്നാണ് അവർ വിളിക്കുന്നത്. GK, ഇവിടെ വരുന്ന പാവം പിടിച്ചവരുടെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. കാരണം ഉള്ള സ്വത്തുക്കൾ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മക്കൾ പോയി രക്ഷപ്പെട്ട് ആ വയസ്സ് എന്ന് അവർക്കൊരു തുണയാകുമെന്ന് വിചാരിച്ചാണ് ഈ പാവത്തങ്ങളെ സർവ്വ വസ്തുക്കളും വിറ്റവരെ വിടുന്നത്. അവിടെ ചെന്നിട്ട് തിരിച്ചു വരണോ, അവിടെ നിൽക്കണോ, ആത്മഹത്യ ചെയ്യണോ എന്നറിയാതെ 10,000-കണക്കിന് ആളുകൾ അവിടെ കിടപ്പുണ്ട് വിദേശ രാജ്യങ്ങൾ. എന്ത് ചെയ്യണമെന്നറിയാതെ. നമ്മുടെ ഗവൺമെൻറ് ശക്തമായിരുന്നു എങ്കിൽ ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് വികസനങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ കോളേജുകൾ, ഏറ്റവും നല്ല കോളേജുകൾ ഉണ്ടാക്കാൻ പറ്റും, തൊഴിലവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം തന്നെ ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടു 1000-കണക്കിന് കോടി, 10,000-കണക്കിന് കോടി എന്നും പറഞ്ഞ് എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചല്ലോ. ആരാണ് 1000 കോടി ചിലവാക്കിയത്? ആരാണ് 10,000 കോടി ഇവിടെ ചിലവാക്കിയത്? ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതായത് ജനങ്ങൾക്ക് വികസനമാണ് ഏറ്റവും വലുത്. അല്ലാതെ ഒന്നുമില്ല. നമുക്കൊരു എയിംസിൻ്റെ ഹോസ്പിറ്റലിൽ പോലും നമുക്ക് ഇത്രയും നന്നായിട്ട് നടന്നില്ല അല്ലേ? അതുപോലെ തന്നെ നമുക്കൊരു കോച്ച് ഫാക്ടറി ഇവിടെ കൊണ്ടുവന്നതാണ്, അത് പഞ്ചാബിലേക്ക് കൊണ്ടുപോയി. പിന്നെ വേറെ ആ കുട്ടനാട് പാക്കേജ്, ലോകത്തെ ഏറ്റവും പ്രശസ്തനായ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സ്വാമിനാഥൻ്റെ വികസന സ്വപ്നമായിരുന്നു അത്. ആ കുട്ടനാട് പാക്കേജ് വന്നെങ്കിൽ നമ്മുടെ നെല്ലറയാണ് കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നത്. ആ കുട്ടനാടെന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം കയറി അവിടെ മൊത്തം നശിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ?
ആരാണ് ഉത്തരവാദികൾ, ആരാണ് ഇത് ചെയ്യേണ്ടത്? എന്തായാലും നിലപാടുകൾ, ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ശ്രീ നെടുമങ്ങാട് ഗോപാലകൃഷ്ണൻ്റെ നിലപാടുകൾക്കും അഭിപ്രായങ്ങൾക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.